എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളാണ്. അപ്പൊ ഈ സെഷൻ ഫ്രീ സെഷൻസ് നിങ്ങൾ മാക്സിമം ആൾക്കാർ ഉപയോഗിക്കാൻ ശ്രമിക്കുക, അന്ന് വരാൻ ശ്രമിക്കുക. ബാക്കി ക്ലാസ്സുകൾ പെയ്ഡ് സെഷൻസ് ബാക്കി എല്ലാ ദിവസവും രാവിലെ 10:30 മണിക്ക്, 2:30 മണിക്ക്, 7 മണിക്ക്, 9:30 മണിക്ക്, അല്ലെങ്കിൽ 8 തൊട്ട് 9 മണി വരെ സമയത്ത് മറ്റെല്ലാ ദിവസങ്ങളും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ രാത്രി 11:30 മണിക്കുണ്ട്. ഇത്രയും ക്ലാസ്സുകൾ നമ്മൾ ഒരു ദിവസം പെയ്ഡ് സെഷനുള്ളവർക്ക് എടുക്കുന്നുണ്ട്, മെമ്പർഷിപ്പ് സെഷനുള്ളവർക്ക് എടുക്കുന്നുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ ഫ്രീ ക്ലാസ്സുകൾ നമുക്ക് കുറച്ച് സമയ പരിമിതികളുണ്ട്. സമയം ഉള്ളതുകൊണ്ട് നമ്മൾ ശനിയും ഞായറുമായി ചുരുക്കുക. പക്ഷെ യൂട്യൂബിൽ നിങ്ങൾ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ദിവസങ്ങൾ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. പക്ഷെ പലപ്പോഴും ഞാനിവിടെ നിങ്ങൾ വന്നിരിക്കുന്നവരോട് ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ പൊതുവെ പരിചയപ്പെടുത്തുന്ന ആവശ്യകത ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താറില്ല. പക്ഷെ ചിലപ്പോൾ അത് ആവശ്യകത ഉണ്ടെന്നും ചിലർ പറയുന്നു. ഞാൻ ക്ലാസ്സിൽ പറയുന്നത് വെറും തള്ളിമറിക്കൽ മാത്രമാണ് എന്നുള്ള ഒരു കിംവദന്തികളൊക്കെ എവിടെ നിന്നൊക്കെ കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് തോന്നി നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പൈസ മാത്രം ഉദ്ദേശിച്ചാണോ ഈ പരിപാടി ചെയ്യുന്നത്, അല്ല എത്രയോ കാലങ്ങളായിട്ട് ഫ്രീ ക്ലാസ്സുകൾ നടത്തിയിട്ട് ആൾക്കാരെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യിപ്പിച്ചിട്ടാണോ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം, ഈ മുൻകാലങ്ങളിൽ ക്ലാസ്സിൽ വന്ന് അനുഭവങ്ങൾ സ്വീകരിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സമയപരിമിതി കൊണ്ടൊക്കെ ക്ലാസ്സിൽ വരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ട് കാശ് തരാതെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ഈ പറഞ്ഞ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് അറിയിക്കാം. കാരണം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നമ്മൾക്കത് അവര് തിരുത്തൽ നമ്മുടെ പണിയല്ല. പക്ഷേ അത് പറയാതിരിക്കുക എന്നത് ചിലപ്പോൾ അറിവില്ലായ്മയാണെങ്കിൽ അത് മാറ്റട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. പിന്നെ ക്ലാസ്സിൽ നേരത്തെ ഒരു കമന്റ് കണ്ടു, അത് പറയാൻ ഞാൻ ഇത്തരം കമന്റുകൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അത് എനിക്കൊണ്ട് സംഭവം ഉണ്ടായതുകൊണ്ട് പറയല്ല. അറിയാത്തയാൾക്ക് ഇപ്പൊ അന്ധനോട് അല്ലെ കുരുടനോട് ആനയെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുപോലെ ചില ആൾക്കാരുടെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷെ അവരോടുള്ള ഒരേ ഒരു പറയാനുള്ള എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതി ലോകം മുഴുവൻ അറിവില്ലായ്മയിലാണെന്ന് വിശ്വസിക്കരുത്. അങ്ങനെയല്ല. ലോകത്ത് നിങ്ങളുടെ അറിവില്ലായ്മ മാത്രമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാളെ പോടാ വാടാ നാടാ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്വന്തം അച്ഛനെയും അതുപോലെ വിളിക്കണം എന്ന് ആണ് നിങ്ങളുടെതെങ്കിൽ എനിക്കൊന്നും തിരുത്തി പറയാനില്ല. അതുപോലെ മറുപടി ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തെ പറയുമ്പോൾ ആ കാര്യം മുഴുവൻ എനിക്ക് കാശ് വരട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല. കാശ് വരണം, അതിന് യാതൊരു തർക്കമൊന്നുമില്ല. അത് നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ കാശ് മേടിക്കുന്നു, അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വിട്ടേക്കുക. ഇപ്പൊ എത്രയോ സംഭവങ്ങൾ പുറത്ത് നിങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത് ആരും. അങ്ങനെ കമന്റ് ചെയ്യാന്നുള്ളത് വെറും നിങ്ങളുടെ ശുദ്ധ മണ്ടത്തരം, ശുദ്ധ ബോധമില്ലായ്മ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഞാനിവിടെ മറുപടി പറയുന്നത് വെച്ചാൽ മറ്റൊന്നുമല്ല, എനിക്ക് പറയാനുള്ള മറുപടി കേൾക്കാൻ കൂടി നിങ്ങൾ പറയുമ്പോൾ അത് ഉണ്ടാവണമെന്ന് ഒരു അഭ്യർത്ഥന കൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്നെ സംബന്ധിച്ചതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ എത്രയോ മാസങ്ങൾ, 2-2.5 വർഷങ്ങള് യൂട്യൂബിൽ പോലും ഒരു ക്ലാസ് പോലും കൊടുക്കാതെ വെറും സൂം സെഷൻസ് മാത്രം എടുത്ത് 2-2.5 വർഷങ്ങൾ ഞാൻ ക്ലാസ് എടുത്തിട്ട് വിത്തൗട്ട് ടേക്കിംഗ് എ 1 rupees. അതിന്റെ അനുഭവത്തിലവർ ഇഷ്ടംപോലെ ഇപ്പൊ ക്ലാസ് ഇന്നിപ്പോ യൂട്യൂബിൽ കാണുന്നുണ്ടാവും. അവരും പറയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞാനും ക്ലാസ് എടുത്തത് എന്നെ മാറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈവൻ സൂമിന്റെ പേയ്മെന്റ് പോലും മാസാമാസം ഞാൻ തന്നെ അടച്ചിട്ടാ ഞാൻ സ്വന്തമായിട്ട് ആരോടും വാങ്ങിച്ചത്. പിന്നെ
ആൾക്കാരുടെ നിർബന്ധം കൊണ്ട് അവരാണ് എനിക്ക് ആദ്യമൊക്കെ 500, 1000, 800 1000 തന്ന് 2000, 3000 തന്ന് ഞങ്ങൾക്ക് സാറ് തരുന്ന ഗുണകരമായി മാറുന്നുണ്ട്. അപ്പൊ ഞാനും ഒരുപാട് മാറ്റപ്പെടുത്തി, എനിക്കും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നു, അവിടുന്ന് ഞാൻ എങ്ങനെയാണ് മാറി വന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ അനുഭവങ്ങൾ ഞാനും അനുഭവിക്കുന്നുണ്ടാണ് ഞാനതിന് കാശ് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ മറ്റുള്ളവർക്ക് അനുഭവം അവരും തരാൻ തുടങ്ങി. പിന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഫ്രീ എടുത്തും പിന്നെ പെയ്ഡിലേക്ക് വരുമ്പോഴും ഞാനല്ല ഒരൊറ്റ ക്ലാസ്സിന്റെ ഫീസ് തീരുമാനിച്ചത്. നമ്മളോട് പറയും ക്ലാസ് ഇന്ന ക്ലാസ് ഉണ്ട്, എത്രയാ നിങ്ങൾ പേയ്മെന്റ് അടക്കുക, ആദ്യകാലത്ത് നിങ്ങൾ തീരുമാനിക്കുന്ന പേയ്മെന്റ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി വിശാലമായി. അപ്പൊ സ്വാഭാവികമായ ഒരു സിസ്റ്റം വരും, ഒരു കമ്പനിയാകും, രജിസ്ട്രേഷൻ വരും, അതിന് GST ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും, നടപടികൾ ഉണ്ടാവും, ബില്ലുകൾ ഉണ്ടാവും, ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അത് അതിന്റെ പ്രക്രിയയാണ്. അപ്പൊ അതിനുവേണ്ടി സ്റ്റാഫുകൾ ഉണ്ട്, കുറെ പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്, നമ്മളും അതിനുകൊണ്ട് നമുക്കും വരുമാന മാർഗം തന്നെ, എല്ലാം ഒന്നുമില്ല. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല, അനുഭവിക്കേണ്ട കാര്യം കൂടിയാണ്. ഞാനിവിടെ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, ആ ടെക്നിക്ക് ഞാൻ അനുഭവിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതിനു ശേഷമാണ് പറയാറുള്ളത്. പൊതുവെ എല്ലാം 90% അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് അത് എന്റെ വിഷയമല്ല. നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തവന് എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ട് 101% ഉണ്ട്. ഇല്ല, യെസ് ഓർ നോ നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. നമ്മൾ പറയുന്ന പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ഒരാളെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, ഞാൻ 10 ദിവസം പ്രാക്ടീസ് ചെയ്തു, 15 ദിവസം പ്രാക്ടീസ് ചെയ്തു, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളവർ ആരും ഇല്ലല്ലോ. യെസ് ഓർ നോ? നിങ്ങൾക്ക് എല്ലാവർക്കും എസ് അല്ലേ? എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അതിനൊന്നും ഒരു ഡിഫറൻസും ഞാൻ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ പെയ്ഡ് വേണ്ടെന്നല്ല, പെയ്ഡ് ഉള്ളവർക്ക് മുൻഗണന, ഫ്രീ ഉള്ളവർക്ക് ഗണനയൊക്കെ ഉണ്ട്. മുന്നും പിന്നും തമ്മിൽ വ്യത്യാസം തന്നു, അല്ലാതെ മറ്റൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് ചെയ്യണമല്ലോ, അതിന് മാനദണ്ഡം അങ്ങനെയാണ്. അപ്പോ യെസ്, ഇതെല്ലാവരും 100 ഇവിടെ ഇരിക്കുന്ന 100 ഇനിയിപ്പോ ആദ്യമായിട്ട് വരുന്ന 1-2 ആൾക്കാർ മറുപടി പറഞ്ഞിട്ട് 100, ബാക്കി 100-150 പേരും അത് തന്നെ പറയുള്ളൂ. നാളെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഇതാണ്, നിങ്ങൾക്ക് എല്ലാവരും താഴെ കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഇന്ന ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചു എനിക്കൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്നിട്ട് നിങ്ങൾ കയറി വാ, ക്ലാസ്സിൽ വന്നിട്ട് പറ, സാറേ ഞാൻ സാറിന്റെ ഇന്ന ടെക്നിക്ക് ഇന്ന് പറഞ്ഞ സാര്യം പ്രാക്ടീസ് ചെയ്തു, 20 ദിവസം പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ എന്റെ മുമ്പിൽ നേരിട്ട് സംസാരിച്ചോ, ഫ്രീ ആയിട്ട് സംസാരിച്ചോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റം വന്നില്ല. വേറെ കൂടുതൽ സമയം എടുക്കണ്ട, ഫീസ് ഒന്നും അടക്കണ്ട, പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് മാറ്റിയിട്ട് തിരിച്ച് പ്രാക്ടീസ് ചെയ്തു, അതേ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തോളൂ. യെസ്, അതേ പ്രാക്ടീസ് ചെയ്തോളൂ, നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു. കാരണം മാറ്റം ഉണ്ടാവേണ്ടത് ഞാൻ പഠിപ്പിക്കുന്ന ടെക്നിക്കിലല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും നിങ്ങളുടെ മനസ്സിനെ മാറ്റപ്പെടുത്തുന്നതിലും മാത്രമാണ് മാറ്റം ഉണ്ടാവുന്നത്. അത് ഞാനായാലും മറ്റാരായാലും പ്രാക്ടീസ് ചെയ്തത് രീതിയിലല്ല, നിങ്ങൾ എങ്ങനെ ഇതിനെ കാണുന്നു, നിങ്ങൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കുന്നു. അല്ല ഞാൻ വലിയ സംഭവമാണെന്നല്ല. ആരോ പറഞ്ഞു സാറ് ഉള്ളിൽ തള്ളിമറിക്കുകയാണ്, നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ നിജസ്ഥിതി പറയുന്നു. ഞാൻ തള്ളിമറിച്ചാലും അത് അനുഭവിച്ച് പാഠങ്ങളിൽ നിന്നും അനുഭവിച്ച് വന്നവരാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തള്ളിമറിക്കലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വയം കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ എത്ര വിരൂപരാണെന്ന് സ്വയം നോക്കിയാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ. മാറ്റമുണ്ട് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോ എന്റെ പേര് ദിനേശ് മുങ്ങത്ത് എന്നാണ്. ഇപ്പോൾ ഡോക്ടർ ദിനേശ് മുങ്ങത്ത് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ മാസം ആണ് എനിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇതിൽ നിന്ന് ഡോക്ടർ മനുഷ്യന്റെ മനസ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ബിഹേവിയർ സൈക്കോളജിയിലും മൈൻഡ് മാസ്റ്ററിയിലും ചേർന്നിട്ടുള്ള ഡോക്ടറേറ്റ് ആണ് എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഏറ്റവും ആഗ്രഹിച്ചതും ഏറ്റവും
വലിയ പരമോന്നതമായി എനിക്ക് ആഗ്രഹിക്കുന്നതുമായിട്ട് ഒരു ഡിഗ്രി, ഒരു സ്കോപ്പാണ് ഡോക്ടറേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ മാസമാണ് കിട്ടിയത്. അപ്പൊ ഈ യാത്രയിലൂടെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് അതിലാണ്. പണ്ട് സ്കൂളിൽ കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം പഠനമൊക്കെ നിർത്തി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള യാത്രയിൽ മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് എനിക്ക് അത് അവിടെ വരെ എത്താൻ പറ്റിയത്. ആ ജേണിയിൽ ഒരുപാട് മൈൽ സ്റ്റോണുകളുണ്ട്. MBA, BBA, BTech അങ്ങനെയുള്ള എല്ലാ ഡിഗ്രികളും കരസ്ഥമാക്കിയിട്ട് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ യാത്രയിലൂടെ ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയോണ്ട് മാത്രം ഉണ്ടായതാണ്, മറ്റൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇത്രയും 50ാമത്തെ വയസ്സായി പറയാതിരിക്കും, 50 വയസ്സ് തികഞ്ഞു. ഈ 50 വയസ്സിൽ ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ അത്രയും പണികളും സാഹചര്യങ്ങളും ഉള്ളതാണ്. ഫുൾ ടൈം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ബിസിനസ് ചെയ്യാൻ രാവിലെ 7 മണി തൊട്ട് രാത്രി, പണ്ട് 9:30 മണി 10 മണിയായിരുന്നു. ഇപ്പൊ ക്ലാസ് എടുക്കാനുള്ളത് കൊണ്ട് ഓഫീസിൽ നിന്ന് ഒരു 5:30 മണിക്ക് ഇറങ്ങും, എന്നിട്ടുള്ള ക്ലാസ് എടുക്കാനാണ്. അതിനുശേഷമുള്ള സമയം രാവിലെ 3:30 മണിക്ക് യോഗ മെഡിറ്റേഷൻ ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അത് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ടാണ് ഞാൻ ഈ സമയം മൊത്തം പഠിച്ചത്. അപ്പോ ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല, തികഞ്ഞ അവബോധത്തിലൂടെ തന്നെയാണ് പറയുന്നത്. ഓരോ ആൾക്കും പ്രചോദനം, നമ്മൾക്കൊരാളോട് പ്രചോദനം പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ സ്വയം അത് തെളിയിക്കണം. അങ്ങനെ ആർക്കെങ്കിലും ഞാൻ തെളിയിച്ചിട്ടല്ല പറയുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, നീ ഇത് തെളിയിച്ചിട്ടല്ലല്ലോ എന്ന് പറയാൻ പറ്റും. അല്ല, പൂർണ്ണമായിട്ടും മറ്റു കോച്ചുകളെ പറ്റി ഞാനിപ്പോ പരാമർശിക്കാൻ തയ്യാറില്ല. ഞാൻ ജീവിതത്തിൽ മാറ്റപ്പെടുത്തി തന്നെയാണ് വന്നത് ഓരോ സ്റ്റെപ്പും. അതുകൊണ്ട് നിങ്ങൾ മാറ്റപ്പെടുത്തണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ഉറച്ച തീരുമാനത്ത് കൊണ്ടുവരും. ഇനിയും എൻ്റെ യാത്ര അതേ തീരുമാനത്തിലാണ്. ആ യാത്രയുടെ അടുത്ത പടി എന്ന് പറയുന്നത് മെയ് 1-ാം തീയതി നമ്മളോട് തുടങ്ങുന്നത്. ഇവിടെ കുറച്ച് കോടീശ്വരന്മാരെ സൃഷ്ടിക്കണമെന്ന തീരുമാനത്തിന്. ഞാൻ കോടീശ്വരനാണ് എന്ന് 100-ൽ 100 വട്ടം ഞാൻ പറയുന്നു. അത് നിങ്ങൾ ആരെയും ഇതുകൊണ്ടല്ല, എനിക്ക് എന്നെ പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ട് പറയാണ്. അത്തരം കുറച്ച് കോടീശ്വരന്മാരെ കൂടി സൃഷ്ടിക്കണം. കടം ബാധ്യതയൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. അതിനെപ്പറ്റി പരാമർശിച്ച ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായ ലക്ഷ്യത്തില് ഇവിടെ ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കണമെന്നും, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും മാനസികമായും ശാരീരികമായിട്ടും ഒക്കെയുള്ള ഉള്ള പരിവർത്തനം ഉണ്ടാവണമെന്ന് കോടീശ്വരന്മാരുടെ പണത്തിൽ മാത്രമല്ല, കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ വെറും കൗണ്ടിങ് മണിയല്ല, ഓവറോൾ ആ ബിഹേവിയറിലുള്ള ഒരു കൂട്ടത്തെ സൃഷ്ടിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണുള്ളത്. അതിലാര് എന്ത് എന്നൊക്കെ യോഗ്യതയുള്ളവർക്ക് അവരവർക്ക് തീരുമാനിക്കാം. ഞാൻ 1-ാം തീയതി അതിന്റെ സെഷൻ തുടങ്ങും. ഞാൻ ഇപ്പോഴുള്ള എൻ്റെ കോടിയിൽ നിന്നും അടുത്ത കോടിയിലേക്ക് ലക്ഷ്യങ്ങൾക്കും അതിന് കാശ് വാങ്ങിക്കുകയും ചെയ്യും, കാശ് കൊടുക്കുകയും ചെയ്യും. ഒരു തർക്കവും ഇല്ല. ഇല്ലാത്തവർ അവിടെ തന്നെ ഇരുന്നാൽ മതി, പരിതപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ മാറ്റപ്പെടുത്താനുള്ള എല്ലാ സിസ്റ്റംസും ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പരാതി പറഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ. നമുക്ക് ആർക്കും നിൽക്കാനില്ല. കാരണം ഞങ്ങൾക്ക് ബഹുദൂരം പോകാനുള്ളതാണ്. ഞങ്ങൾ കൂടെ കോരുന്നവരെ ചേർക്കാൻ തയ്യാറാണ്. അല്ല, അവിടെ ഇരുന്നിട്ട് കരഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞോളൂ, തൽക്കാലം അത് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കൈ പിടിക്കാം, എപ്പോഴാ കൈ പിടിക്കാൻ ആ വരുന്നവനോട് കൈ നീട്ടുന്ന, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കൂ എന്ന് കൈ കാണിക്കുന്നവനെ കൈ പിടിച്ചു പോകാം. അല്ല, കൈ പൊക്കത്തില്ല, എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തട്ടിയെടുത്തോണ്ടും പോകാം. അതല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവനെ ഒന്ന് രക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്ന് തൽക്കുക. അതുകൊണ്ട് എന്താ വേറെ കുറച്ച് നമ്മുടെ സാധാരണ ഭാഷയിൽ പല ഡയലോഗ് വരും. തൽക്കാലം ഞാൻ പബ്ലിക്കിൽ ഇത് പറയുന്നില്ല. നിങ്ങൾ കരയാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ എന്തോ ഒന്ന് എന്താ വേണ്ട പറഞ്ഞ് ശരിയാക്കും. ഓക്കെ, എനിക്കതൊക്കെ മറന്നുപോയി, ഇത്തരം പഴഞ്ചൊല്ലുകളൊക്കെ മറന്നുപോയി. എന്നാലും നിങ്ങൾക്ക് അറിയാം, എവിടെയോ കഴുതയോ കുതിരയോ എന്നൊക്കെ പറയാറുണ്ട്, അതോ ആരൊക്കെ കരഞ്ഞു തീർക്കത്തൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇരിക്കട്ടെ, നിങ്ങൾ എത്രയേ ഉള്ളൂ, ഇത്രയേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങളോട് പറയാനുള്ള എത്രയേ ഉള്ളൂ, ഫുൾ പ്രചോദനത്തോടുകൂടി പൂർണ്ണമായ ലക്ഷ്യത്തോടുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാഹചര്യവും, വയസ്സും പ്രായവും പക്വതയും ഒന്നും ഇവിടെ വിഷയമല്ല. 2-ാം ക്ലാസ്സോ 3-ാം ക്ലാസ്സോ 5-ാം ക്ലാസ്സോ ഇതൊന്നും വിഷയമല്ല. സ്വയം ബോധത്തിലൂടെ അവനവനെ മാറ്റാൻ തയ്യാറാണെങ്കിൽ എല്ലാ സിസ്റ്റമും ഇവിടെ ഉണ്ട്. അത് മാത്രമാണ് നമ്മൾ നൽകുന്നത്. അതിന് നമ്മൾ കാശും മേടിക്കും, കാശ് കൊടുക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യും. ഞങ്ങള് കാശ് കൊടുക്കുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, കാശ് ആൾക്കാരോട് വാങ്ങിക്കുന്നു. ഞാൻ വീട് വെക്കുന്നത് എന്റെ കാശ് കൊണ്ടല്ല, നിങ്ങൾ തരുന്ന കാശ് കൊണ്ട് തന്നെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, അസുഖമുള്ളവരെ സഹായിക്കുന്നു. ഇതൊക്കെ ഇതൊന്നും വിളിച്ചു പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ ആരോടും വിളിച്ചു പറയുന്നില്ല. ഞാനല്ല, നിങ്ങളെല്ലാവരും കൂടിയാണ്. ഞാനായിട്ട് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ഞാൻ ഇന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ക്രെഡിറ്റ് കാണിച്ചു കൊടുക്കുന്ന, അല്ലെ,
നേരത്തെ പറഞ്ഞപ്പോ 50 വയസ്സായി നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ, അതാണ് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലുള്ള കാണിച്ചു കൊടുക്കലാണ്. നമുക്ക് പറയാൻ വലിയ വാക്കുകൾ വളരെ കുറവ്. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ആരോ പറഞ്ഞു വെള്ളം തള്ളിമറിക്കലല്ലേ, അതെ നിങ്ങളും കേട്ടോളൂ. തള്ളിമറിക്കലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കരുതിക്കോളൂ. നമുക്ക് ഒരു വിഷയമില്ല, കാരണം എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് അത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ട് എന്ന് പറയാനാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ കാര്യം, മെയ് 1-ാം തീയതി തൊഴിലാളി ദിനം അല്ലേ? ലോക തൊഴിലാളി ദിനത്തിന് നമ്മൾ റിവേഴ്സ് ചെയ്ത് കോടികളുള്ളവനെ മുതലാളി എന്നല്ലേ നമ്മുടെ നാട്ടിൽ പണ്ട് ഏതോ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ ഇൻകുലാബ് വിളിച്ചു നടന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കോടികളുള്ളവനെ മുതലാളി എന്ന് വിളിക്കുന്നത് അതേ ആശയത്തിന് തിരിച്ചു പറയുന്നു. മെയ് 1-ാം തീയതി നമ്മൾ കോടീശ്വരനാവാനുള്ള തീരുമാനം എടുത്തു പോകുന്നുണ്ട്. അത് മുതലാളി ദിനമാണെങ്കിൽ അങ്ങനെ ആചരിക്കുക നമ്മൾ, അല്ല തൊഴിലാളിയാണ്. കാരണം പണിയെടുത്തവൻ മാത്രമേ കോടീശ്വരനാവുകയുള്ളൂ, അതിന് യാതൊരു തർക്കമില്ല. അല്ലാതെ വേറൊരാളെ എടുക്കുന്നില്ല. പണിയെടുക്കാനും മില്ലിനിയർ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഞാനൊരു എല്ലാവർക്കും ചാടിക്കയറാനുള്ളതല്ല, അതിന് വലിയ കോഴ്സ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഉള്ള കോഴ്സുകളും അല്ല, ഒരു കോഴ്സും അല്ലാതെ അതൊരു മൈൻഡ് സെറ്റ് ഫോർമേഷൻ മാത്രമാണ്. അല്ലാതെ ആരെങ്കിലും വിചാരിക്കുന്നത് സാർ എന്തോ കോഴ്സ് കൊടുക്കുകയാണെന്നല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ഫോർമേഷൻ ആണ്. എല്ലാ ദിവസവും പ്രാക്ടീസിലുള്ള ഒരു പ്രത്യേക സിസ്റ്റമാണ് അത്. അതിന്റെ ഗൂഗിൾ ഫോം ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ തരാം. അത് ഫില്ല് ചെയ്ത് അയക്കുന്നവർ മാത്രമേ അതിനകത്ത് കയറുള്ളൂ. അത് ഒരാളായാലും രണ്ടാളായാലും, എന്തായാലും ഞാൻ ഒരാൾ അവിടെ ഉണ്ട്. ചിലപ്പോൾ പ്രസീതി ഉണ്ടാവും, എന്റെ ഭാര്യ ഉണ്ടാവും, ലതാ സരസ്വതി ഉണ്ടാവും. അങ്ങനെ കുറച്ച് പേര് നമുക്ക് ഓൾറെഡി ഫിക്സ് ആണ്, അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ലാത്തത്. ബാക്കിയുള്ളവർക്കൊക്കെ കയറി വരാം. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? ഇത് ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ക്ലാസ് വേണമെന്ന് എല്ലാവരും ആഗ്രഹം. വേണോ ക്ലാസ്, അല്ലെങ്കിൽ സംസാരിച്ചാൽ മതിയോ? നമ്മൾ എല്ലാവരും പറഞ്ഞേ വേണോ ക്ലാസ്? യെസ് ഓർ നോ? ടൈപ്പ് 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 ടൈപ്പ്. യെസ് 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 യെസ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്താണ് എന്താ പറയുക, സങ്കല്പങ്ങൾ സംഭവിക്കും. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ശ്രീ ഗുരുദേവന്റെ അല്ലെങ്കിൽ നമ്മള് പലപ്പോഴും നമ്മുടെ സംസ്കാരപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ വേദാന്തങ്ങളിലൊക്കെ പറഞ്ഞു വരും. നമ്മൾ അത് എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ, നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ സംസ്കാരത്തിന് വലിയൊരു പങ്ക്, സംസ്കാരമാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെ കേട്ടിട്ടുണ്ടെന്ന്. പക്ഷെ സങ്കല്പങ്ങൾ നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി പറഞ്ഞപ്പോഴൊന്നും ആർക്കും അത്ര കണ്ട് അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. പക്ഷെ അടുത്ത കാലത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്ലിക്കായി. എന്തോ സംഭവമാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. മലയാളത്തിന് മറ്റൊന്നുമില്ല. മാനിഫെസ്റ്റേഷൻ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നാണ് മാനിഫെസ്റ്റേഷന്റെ എന്താടോ ബിന്ദു ക്ലോസ് ചെയ്യുന്നത്. വൈറ്റ് ബോർഡ് അവിടുന്ന് വൈറ്റ് ബോർഡിന്റെ ഓപ്ഷൻ എടുത്തു കളഞ്ഞ് പോസ്റ്റ് ടൂൾസിൽ ഞാൻ എടുക്കാം. സങ്കല്പങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക. അപ്പൊ ഞാൻ ചോദ്യം ഇതാണ്, മാനിഫെസ്റ്റേഷൻ എപ്പോഴും കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ? മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നില്ല, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് എന്റെ മുമ്പിലുണ്ട്? എനിക്ക് മാനിഫെസ്റ്റേഷൻ അറിയാൻ ആഗ്രഹമുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇവിടെ ഉണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ. ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാനുള്ളത് കൊണ്ടാണ്. യെസ് ഓർ നോ? എത്ര പേരുണ്ട്? മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ടാവും, എന്തെല്ലോ നിങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷേ യെസ് 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 എല്ലാം ഒന്ന് യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ടൈപ്പ് ചെയ്തോളൂ യെസ് യെസ്. നിങ്ങൾ എസ് എന്നുണ്ടെങ്കിൽ എസ്. ആഗ്രഹമില്ലാത്തവർ ഇങ്ങോട്ട് വരില്ല എന്ന് പറയാം. അതുകൊണ്ട് എല്ലാവരും എസ് തന്നെ. നോക്കൂ, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ മലയാള പദമാണ് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക. സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ അർത്ഥം. അപ്പൊ ആദ്യം എന്തുണ്ടാവണം? നമുക്ക് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ആദ്യം നമുക്ക് സങ്കല്പങ്ങൾ വേണം. എന്താണ്? ഒരാഗ്രഹം ഉണ്ടാവണം, ആഗ്രഹങ്ങളെ കാണാൻ സാധിക്കണം. ആഗ്രഹങ്ങൾ ഉണ്ടാവണം നമുക്ക്,
ആഗ്രഹങ്ങളെ കാണാൻ സാധിക്കണം. നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളാണോ ഉള്ളത്? അല്ല ആഗ്രഹങ്ങളെ പറ്റിയിട്ടാണോ നിങ്ങൾ അധിക സമയം ചിന്തിക്കുന്നത്? അല്ല വേണ്ടാത്തതിനെ പറ്റിയിട്ടാണോ നിങ്ങൾ അധികം ചിന്തിക്കുന്നത്? ഒന്നോ രണ്ടോ ടു. ഒന്നാമത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹങ്ങളെ പറ്റിയിട്ടാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആണെങ്കിൽ എനിക്ക് വേണ്ടാത്തതിനെ പറ്റിയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിന്റെ ഏറ്റവും നന്നായിട്ട് കമന്റ് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിലുള്ളവരുടെ നന്നായിട്ട് കമന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് ഇന്നത് വേണമെന്നാണോ, അയ്യോ ഇന്നത് എനിക്ക് വേണ്ടായിരുന്നു എന്നാ? എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പറയുന്ന ഉത്തരം എനിക്ക് വേണ്ടതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങളോട് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക കഴിഞ്ഞാൽ, സാറേ എന്റെ ജീവിതത്തിൽ ഇന്നൊന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, അയ്യോ അതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയും, അല്ലേ? ഇതല്ലേ പറയുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതിനെ പറ്റി പറയാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ് സത്യം. വേണ്ടാത്തതിനെ പറ്റി ആദ്യം പറയും. സത്യമാണോ എന്ന് നിങ്ങൾക്ക് യെസ് ഓർ നോ നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാം, അല്ലേ? നമ്മൾ ആഗ്രഹങ്ങളെ പറയുന്നതിന്, അതായത് ഇപ്പൊ എനിക്ക് ജോലി വേണമെന്ന ആഗ്രഹം, ഒരാൾക്ക് ആഗ്രഹമുണ്ട് ജോലി വേണം, പക്ഷെ പറയുന്നത് എന്താ അറിയോ? അയ്യോ എനിക്ക് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ, എനിക്ക് ആ ജോലി കിട്ടാതിരുന്നപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, ഞാൻ എത്ര PSC എക്സാം എഴുതിയിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല സാറേ എന്നാ പറയുന്നത്. എനിക്ക് PSC എക്സാം എഴുതിയിട്ട് എനിക്ക് ജോലി കിട്ടണം എന്നത് ആഗ്രഹമാണെങ്കിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇതാണ് മനുഷ്യന്റെ നെഗറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ആരെയും തെറ്റല്ല, ആരുടെയും കുറ്റമല്ല. ഇത് മനുഷ്യന്റെ ജന്മസഹജമായ, അവനെ സൃഷ്ടിച്ചപ്പോ ദൈവം ചെയ്ത വലിയൊരു പണിയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. ദൈവം അല്ല ഉത്തരവാദി, പക്ഷെ ദൈവം ചെയ്തു എന്ന് നമുക്ക് തൽക്കാലം പറയാം. കാരണം എന്തില്ലെങ്കിൽ അയാൾക്ക് കൊണ്ട് ചാർത്താലോ നമുക്ക്, അതിനല്ലേ അയാളെ നിർത്തിയിരിക്കണം. വേറെ ആവശ്യമൊന്നും അയാളെ കൊണ്ടില്ലോ. നമുക്ക് പറ്റാത്തതെല്ലാം കൊണ്ട് അങ്ങോട്ട് ചാർത്തിക്കുക. എന്റെ വിധിയാണ്, ആ വിധി ആരുണ്ടാക്കി? അത് ദൈവം അല്ലെ? നീ രക്ഷപ്പെട്ടത് എങ്ങനെ? അത് ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ്. നീ രക്ഷപ്പെട്ടത് എങ്ങനെ? ഞാൻ കഷ്ടപ്പെട്ട് തന്നെ. നീ ഇങ്ങനെ ആയതെങ്ങനെ? അത് ദൈവം എന്നെ അങ്ങനെ ആക്കിയത്. ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. ഈ വിഷയങ്ങൾ അനുഭവിക്കാനാണ് എന്നെ ജനിച്ചത്. എന്താ പഴയ ജന്മത്തിൽ എന്താ? അപ്പൊ അടുത്ത കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പഴയ ജന്മത്തിലെ പാപം ഞാൻ എപ്പോഴും അനുഭവിക്കണം. പഴയ ജന്മത്തിൽ അല്ലെങ്കിൽ പറയും എന്റെ കുടുംബക്കാർ ചെയ്ത പാപം ഞാൻ അനുഭവിക്കുക. ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കൂല. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അതവിടെ പോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങളെ സങ്കല്പങ്ങളാക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളെ കൃത്യമായ പാകപ്പെടുത്തണം. എന്നിട്ട് സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാണാൻ പറ്റണം. അതിന് പറയുന്ന പേരാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാണാൻ സാധിക്കുന്നു, വിഷ്വൽ ചെയ്യാൻ പറ്റുന്നു? എത്ര പേരുണ്ട്? യെസ് ഓർ നോ ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റും. യെസ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും, ഇനി ഞാൻ വലിയ വേദിയല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ലൈവ് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഞാൻ എന്റെ ബുക്ക് പബ്ലിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്നെ നേരിട്ട് കണ്ട, ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു അരമണിക്കൂർ കിടന്നിറങ്ങിയപ്പോഴും ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. അത് നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല, ഞാനൊരു ദിവസം പറയാം. അപ്പൊ എന്നിട്ട് ഞാൻ എഴുന്നേറ്റ ഉടനെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇത് കണ്ടു. അതിലെന്തിരിക്കും, നിങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ എന്ന്. പക്ഷെ എനിക്ക് ഓരോ ദിവസം കാണുമ്പോഴും കിട്ടിയല്ലോ അത് എന്നുള്ള സങ്കല്പം അതാണ്. ഇപ്രാവശ്യം ഇത് ഇപ്പോൾ നേടിയിരിക്കുന്നത് എല്ലാം ഇങ്ങനെ സങ്കല്പങ്ങളിലൂടെ വന്നു. പക്ഷേ സങ്കല്പങ്ങൾ, ഞാൻ ഉറക്കത്തിൽ വന്ന സങ്കല്പത്തിനെ പറ്റി അല്ല, വിഷ്വലൈസേഷനെ പറ്റി അല്ല പറയുന്നത് കേട്ടോ. നമുക്ക് ബോധപൂർവവും ഇത് വരുത്താം. എത്ര പേർക്ക് ഇതറിയാം? ബോധപൂർവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എത്ര പേര് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്? നിങ്ങൾ കണ്ടത് എന്താണ്? അയ്യോ ബാങ്കിൽ ലോൺ അടച്ചു തീർന്നില്ല, എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും? ഇതല്ലേ നിങ്ങൾ അധികം കണ്ടത്? അല്ലെങ്കിൽ എന്റെ വീട് ജപ്തി ചെയ്യുന്നു, നാളെ വരും, മറ്റന്നാൾ വരും, ഇതല്ലേ നിങ്ങൾ അധികം കണ്ടത്? അല്ലേ? മക്കൾക്ക് ജോലി കിട്ടുന്നില്ല സാറേ, മക്കളും ജോലി കിട്ടിയില്ല, അതൊക്കെ അവൻ എപ്പോഴും കഷ്ടത്തിലാണെന്നല്ലേ നിങ്ങൾ കണ്ടത്? ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. ഇതല്ലേ സത്യം? അപ്പോ നിങ്ങളുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ നടക്കുമോ? എല്ലാവരോടും ചോദ്യമാണ്. നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ?
ഇല്ല എന്നുള്ള ഉത്തരവുണ്ടാവും, ഉണ്ട് എന്നുള്ള ഉത്തരവുണ്ടാവും. കാരണം ഇവിടെയാണ് ഇതിന്റെ പ്രത്യേകത ഇരിക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളില്ലായ്മയാവണം. കാരണം നിങ്ങളൊരു ടി വി സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ഒരു പിക്ചർ കാണണമെങ്കിൽ ടി വി സ്ക്രീനിലേക്ക് വരുന്ന സിഗ്നലുകൾ ക്ലിയർ ആയിരിക്കണം. നല്ല പിക്ചർ കാണുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? ഒരു ടി വി ചാനലില് നിങ്ങൾ ആ എടുക്കുന്ന ട്യൂൺ ചെയ്യുന്ന ഫ്രീക്വൻസി കറക്റ്റ് അല്ലെങ്കിൽ അത് വരുന്ന ഗ്രെയിൻസ്, പണ്ടൊക്കെ ഇപ്പൊ ഗ്രെയിൻസ് വരുന്നില്ല, ടി വിയിൽ ഗ്രെയിൻസ് ആയിരിക്കും വരുന്നത്, ഒരു ക്ലിയർ ഇല്ലാത്ത ഇങ്ങനെ പടങ്ങി വരും അല്ലെ? ഇതെന്താണ്? നമ്മളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ക്ലാരിറ്റി വരുത്താതിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവിനെ മാറ്റും നമ്മൾ, അല്ലേ? നെഗറ്റീവിനെ നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ. അതെങ്ങനെ? ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഹീലിംഗും ചെയ്തുകൊണ്ട് ആ നെഗറ്റീവിനെ പുറന്തള്ളണം. എത്ര പേർക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിൽ നെഗറ്റീവ് ഉണ്ട് എന്ന്? എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? മണ്ണോട്ടു ടൈപ്പ് ചെയ്തു. നെഗറ്റീവ് ഉണ്ട്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെ എന്തോ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലേ? നെഗറ്റീവ് ഉണ്ട്. അപ്പോ ആ നെഗറ്റീവിനെ നിങ്ങൾ പ്രാക്ടീസ് കൊണ്ടുപോകും. ഒരേ ദിവസം കൊണ്ട് ചവിട്ടി പുറത്താക്കാൻ അവൻ ഇന്നലെ രാത്രി കയറി വന്നല്ലോ. ഇന്നലെ രാത്രി കയറി വന്നാലും ഇഷ്ടമില്ലെങ്കിൽ ഇന്ന് രാവിലെ ചവിട്ടി വിടാം. ഇവൻ കുറെ കാലങ്ങളായി നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട, വീട്ടിലുള്ള കൂടെയുള്ള ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങളിൽ അലിഞ്ഞിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ പറയും വീട്ടിലുള്ള ആളാണെങ്കിൽ ഇത് മൊത്തം, പക്ഷേ വീട്ടിലുള്ള ആളല്ലേ നെഗറ്റീവ്, അയാളെ ചവിട്ടി പുറത്താക്കാനും പറ്റൂല, അല്ലേ? അവരെയും ചവിട്ടി പുറത്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിനെ മാറ്റി ഹീൽ ചെയ്ത് നമ്മളെ കൂടെ നിർത്തുക, ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പൊ ചെയ്യാവുന്നത് അതിന് ചില ടെക്നിക്കുകൾ പഠിക്കണം. എന്താണ് ടെക്നിക്കൽ പഠിക്കണം എന്ന് പറഞ്ഞത്? നമ്മുടെ മനസ്സിനെ അതിനു വേണ്ടി പാകപ്പെടുത്തണം. ഏതാണ്? എങ്ങനെ ഈ സാധനം എന്നെ ഉയരാൻ സമ്മതിക്കും? എന്തുകൊണ്ട് ഏത് സാധനമാണ് എന്നെ ഉയരാൻ സമ്മതിക്കാത്തത്? അതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹീലിംഗ് പഠിക്കണം. സെൽഫ് ഹീലിംഗ്, സെൽഫ് മൈൻഡ് ട്യൂണ് നമ്മൾ പഠിക്കണം. സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ട്യൂണിന്റെ മറ്റു വശമാണ്. ഇതിനാണ് നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് എന്ന് പറയുന്ന ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിനെ ട്യൂൺ ചെയ്യാൻ പഠിപ്പിക്കും. എന്നിട്ടും അവിടെ എനർജി ഉണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ എനർജിയെ പതുക്കെ മാറ്റപ്പെടുത്തിക്കൊണ്ട് വേണ്ടാത്ത എനർജിയെ തള്ളുകയും, എന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്കറിയാം, അതെ, ഏതാണ് കറക്റ്റ് ഉഷ? അപ്പൊ അതെല്ലാവരിലും ഉണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം നെഗറ്റീവ് ഉണ്ട് എന്നത് മാത്രമൊന്നും അല്ല കേട്ടോ. എല്ലാവരിലും ഉണ്ട്, എന്നിലും ഉണ്ട്, നിങ്ങളിലും ഉണ്ട്. പക്ഷെ എന്നിലുള്ള നെഗറ്റീവ് എനർജിനെ അതിന്റെ മുകളിലെത്താൻ എന്റെ പോസിറ്റീവ് എനർജിക്ക് സാധിക്കുന്നു. അപ്പോൾ എന്റെ നെഗറ്റീവ് എനർജിക്ക് ബലം കുറയുകയും പോസിറ്റീവ് എനർജിക്ക് ബലം കൂടുകയും ചെയ്യുമ്പോൾ ഞാൻ പോസിറ്റീവായി മാറുന്നു. അല്ലാതെ നെഗറ്റീവ് എനർജി ഇല്ലാത്ത ഒരാളെ നിങ്ങൾ അത് പ്രതീക്ഷിക്കണ്ട. അതിനപ്പുറത്തേക്ക് നമ്മളുടെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ പോസിറ്റീവ് ഡൊമിനേറ്റിംഗ് ആയി മാറും. അപ്പൊ നെഗറ്റീവ് അവിടെ പ്രയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതിനെന്താണ് ഞാൻ ചെയ്യുന്നത്? എന്താണ്? ഞാൻ എന്റെ മനസ്സിൽ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്ത് ചിന്തിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? അവിടെയാണ് യഥാർത്ഥ വിജയം. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന രണ്ട് ചെവികൾ, എന്തിനാണ് ദൈവം രണ്ട് ചെവി തന്നത്? ഒന്ന് തന്നാ പോലെ കേൾക്കൂലേ? ഇപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡ് ചെവി എന്നാണോ എന്നെ കേൾക്കുന്നത്, ലെഫ്റ്റ് സൈഡ് ചെവി എന്നാണോ കേൾക്കുന്നത്? രണ്ട് ചെവിയിലും കേൾക്കുന്നു. ഒന്നൊന്ന് കേട്ടാ പോരെ, എന്തിനാ ഇപ്പൊ രണ്ട്? ഒന്ന് പൂട്ടി, എല്ലാവരും കുട്ടിയൊക്കെ ക്ലിയർ ആ നോക്കി പൂട്ടിയൊക്കെ. ഞാൻ പറയണതെല്ലാം നിങ്ങൾക്ക് രണ്ട് ഒരു ചെവിയെ കേട്ടാ പോരെ, ഒന്ന് മതി, നമുക്കൊന്നും മതി. ആണോ? അല്ല. അപ്പൊ ദൈവത്തിന് അതിലൊരു താല്പര്യമുണ്ട്. നീ വേണ്ടത് ഇവിടെ എടുത്തോ, വേണ്ടാത്തത് എടുത്തിട്ട് അങ്ങ് വിട്ടു. എടുത്താൽ അകത്ത് ചെല്ലുമ്പോ പറയും, ഡേ ഇതൊന്നും എനിക്ക് വേണ്ടാത്താണ്ടാ, എന്നാ വിട്ടോ. പക്ഷെ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ വേണ്ടാത്ത ആദ്യം എടുത്തു, എന്നെ പറ്റി പറഞ്ഞു, ഞാൻ ഇങ്ങനെയല്ല, അല്ലേ? എന്നിട്ട് നമ്മൾ തുടങ്ങും. പിന്നെ കണ്ണടയ്ക്ക് ഊരി വെക്കും, ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ സാരി അങ്ങ് വെള്ളത്തിൽ നനയും, അല്ലേ? അതുകൊണ്ട് നല്ല സാരി മേടിക്കേണ്ടി വരും. ഇതൊക്കെയല്ല നമ്മുടെ അവസ്ഥ. വേണ്ടത് എന്താണോ അത് കേട്ടിട്ടേ ഇല്ല, നല്ലത് പറഞ്ഞിട്ടുണ്ടോ അത് കേട്ടിട്ടേ ഇല്ല. അപ്പോ പറഞ്ഞു വന്നത്, ഇതെന്താന്ന് അറിയോ? ഇത് നമ്മളെ ശീലങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ അതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുക്കണം.
ട്യൂൺ യുവർ മൈൻഡ് സെറ്റ്. എന്നിട്ടോ വിഷ്വലൈസേഷൻ. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ശീലക്ക് ഇത്രയൊക്കെ ചൂട് വരുന്നുണ്ടോ? ചൂട് വരുന്ന അകത്തുള്ളത് പുറത്തോട്ട് തിളക്കുകയാണ്. ഓക്കെ, അപ്പോ അകത്തിരിക്കുന്ന സാധനങ്ങള് ഓക്കെ, അതല്ല പറഞ്ഞത്. അപ്പോ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയിടണം. അപ്പോ നെഗറ്റീവ് ഉള്ളത് മാറും. ഏതാണ് നെഗറ്റീവ് എന്ന് നിങ്ങൾ ഈ പാകപ്പെടുത്താൻ തുടങ്ങുമ്പോണ്ടല്ലോ, നിങ്ങൾ പാകപ്പെടുത്താൻ തുടങ്ങുമ്പോൾ മനസ്സ് പറയും എന്തിനാ വേണ്ടെന്ന്, അയ്യോ അതെന്തിനാന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നു ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ അറിയാം നിങ്ങളുടെ നെഗറ്റീവിന്റെ അളവ്, നെഗറ്റീവ് എത്രത്തോളം. ആ സമയത്താണ് നിങ്ങൾക്ക് പറ്റില്ല സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷനിലൂടെ കുറേ ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപ്പുവെള്ളം, അതുപോലെ തന്നെ കടലാസ് എഴുതി കത്തിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായ ഗോൾ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു ഉദാഹരണം പറയാം. എനിക്ക് ജോലി വേണം എന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. വിഷ്വലൈസേഷൻ ചെയ്യാൻ നിങ്ങൾ റെഡിയായി. നിങ്ങൾക്ക് വേണ്ട ജോലി ഒരു ടീച്ചർ ജോലിയാണ് ഉദാഹരണത്തിന്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയും എനിക്ക് ടീച്ചർ ജോലി വേണം എന്ന് കരുതി നിങ്ങൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരിക്കും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്? ഏത് സ്കൂളിലാണ് ടീച്ചറെ ജോലി വേണ്ടത് നിങ്ങൾക്ക് യാതൊരു പിടിയില്ല. എന്ന് മുതലാണ് നിങ്ങൾക്ക് ടീച്ചർ ജോലി ചെയ്യാൻ തുടങ്ങുന്നതെന്ന് പിടിയില്ല. എപ്പോഴെങ്കിലും കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ടീച്ചറാവും, കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കും. എങ്ങനെ ക്ലാസ് എടുക്കും? അയ്യോ എനിക്ക് ക്ലാസ് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്കൂൾ ഏതാണെന്നറിയില്ല, ഏത് ക്ലാസ് ആണെന്നറിയില്ല, ഏത് സബ്ജക്റ്റാ എടുക്കുന്നതെന്ന് അറിയില്ല, എപ്പോ മുതലാണ് നിങ്ങൾ എടുക്കുന്നത് അറിയില്ല. അറിയോ? വിഷ്വലൈസേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മാത്രം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ അതിന് രക്ഷപ്പെടുത്തണം. ഞാൻ ഇന്ന മാസം മുതൽ ഇന്ന സ്കൂളിൽ ഇന്ന സബ്ജക്റ്റിൽ ക്ലാസ് എടുക്കും. ഇത് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല ചെലവുണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇപ്പൊ ടീച്ചർ അന്വേഷിക്കുന്ന ടീച്ചർ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർ ഇവിടെ കുറെ പേരുണ്ട്. അവരോട് പറയാണ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് ക്ലാസ് എടുക്കുന്നത്? അയ്യോ സാറേ അത് PSC തന്നിട്ട് തീരുമാനിക്കും അവർ ഏത് സബ്ജക്റ്റാണ്, അല്ലേ? അങ്ങനെയാണോ നമുക്ക് വേണ്ടത്? അങ്ങനെയാകുമ്പോൾ നമുക്ക് സമാധാനത്തോടെ നമുക്കറിയുന്ന സബ്ജക്റ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൃത്യമായി നമുക്കൊരു ഗോള്, ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലൂടെ പോകും. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞപ്പോ വെറുതെ തമാശക്ക് ഞാൻ ചിന്തിച്ചതാണ്. ഞാൻ പ്രസീതയും ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു കൊല്ലം പ്രോഗ്രാം പറഞ്ഞതാണ്. അല്ല, ആലപ്പുഴ നമ്മൾ ഈ യൂട്യൂബിൽ 100,000 സബ്സ്ക്രിപ്ഷൻ ആകുമ്പോൾ സിൽവർ ബട്ടൺ കിട്ടുമല്ലോ. ഇപ്രാവശ്യം നമുക്ക് സിൽവർ ബട്ടൺ കിട്ടും. സിൽവർ ബട്ടൺ സെലിബ്രേഷൻ നമുക്ക് ബോട്ടിൽ വെച്ച് നടത്തണം. ബോട്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സെലിബ്രേഷൻ നടത്താം. ഗ്രാൻഡ് സെലിബ്രേഷൻ ആക്കാൻ ലൈവ് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞു. ബോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോയിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ മുമ്പേ ബോട്ടിൽ പോയിട്ടില്ല, ഒന്നുമില്ല, ഞങ്ങൾ ആരും പോയിട്ടില്ല. സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും അതിനെപ്പറ്റി പ്ലാനും ആക്കിയിട്ടില്ല. 100,000 തീരുമാനിച്ചിട്ടില്ല. ഞങ്ങള് ഇത് തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞ് ആലപ്പുഴ ബോട്ടിലേക്ക് പോയി. ആലപ്പുഴ ബോട്ട് സവാരിക്ക് പോയി. ബോട്ട് സവാരിക്ക് പോയ ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ കയറിയിരിക്കുന്നത്. കുറെ നേരം ഇരുന്നു, സംസാരിച്ചു. പെട്ടെന്നുണ്ട് നമ്മുടെ കുട്ടനാട്ടിലെത്തിയപ്പോ 2-3 വീഡിയോസ് കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഇട്ടു. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ വീഡിയോ അങ്ങ് പറക്കുകയാണ്. പിന്നെ ഓരോന്നും സബ്സ്ക്രിപ്ഷൻ കൂടിക്കോ ടക്ക് 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 99 സംതിങ് അപ്പോൾ ഉണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പെടപെടാ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിജേഷ് എടുത്തിട്ട് എന്നോട് സാറേ ഇതാ പറക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓരോ നിമിഷം കൂടിക്കൊണ്ടിരിക്കുക, ഇതേ വരുന്നു സാറേ 98. പിന്നെ ഞങ്ങള് വണ്ടിയിൽ ആലപ്പുഴയും കുട്ടനാട്ടിലും വണ്ടിയിൽ പോകുമ്പോൾ ഫോൺ ഓണാക്കി വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇതേ പുതിയ വന്നു. അപ്പൊ 5 സബ്സ്ക്രിപ്ഷൻ, 10 സബ്സ്ക്രിപ്ഷൻ, 15 സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ കൂടുകയാണ്. 99 കഴിഞ്ഞിട്ട് 800 മുതൽ ഞങ്ങൾ അങ്ങോട്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ആലപ്പുഴ പോയിട്ട് കുട്ടനാട് പോയി, അതിനകത്ത് ബോട്ടിൽ പോയി യാത്ര ചെയ്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നോക്കുമ്പോഴേക്കും 100,000 കഴിഞ്ഞു നിൽക്കും. ഞങ്ങൾ സെലിബ്രേഷന് വേണ്ടി ഒരു പ്രിപ്പറേഷനും ഇതില്ല. കാരണം ഞങ്ങൾ എപ്പോഴോ വിചാരിച്ചതാണ്, ആഗ്രഹിച്ചതാണ് അവിടെ നിന്ന് നമ്മൾക്ക് ബോട്ടിൽ നിന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ ബോട്ടിനെ വിളിച്ചു പറഞ്ഞു കേക്ക് വേണമെന്ന് പറഞ്ഞു. അവര് പോയി കേക്ക് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് കേക്ക്. പിന്നെ വീഡിയോ ഒന്നും ഞങ്ങൾ അത്രയും വലിയ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നല്ല, അത് എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ടില്ല. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊന്നും ഞങ്ങൾ നടത്തിയില്ല. പക്ഷേ പറഞ്ഞു വന്നത് ഇതൊന്നും ഒരിക്കലും ഞങ്ങള് ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് സംഭവിച്ചു എന്നാണ് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം.
അതിനുശേഷം ഇപ്പൊ 8,000 9,000 സബ്സ്ക്രിപ്ഷൻ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് അതുപോലെ തന്നെയാണ് എന്റെ ഡോക്ടറേറ്റ് ഡിഗ്രി. ഞാൻ വെറുതെ ആഗ്രഹിച്ചത് മാത്രം, ഒരു പ്രവർത്തനം അതിനു വേണ്ടി ചെയ്തിട്ടില്ല. ഡോക്ടർ ദിനേശ് മുങ്ങത്ത് അടുത്ത കാലത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നമ്മുടെ കോച്ചുമാരോടും പറഞ്ഞു, അവരെല്ലാം പറയും സാറിന് വരുമ്പോൾ സാർ ഡോക്ടർ ദിനേശ് മുങ്ങത്ത് വന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം എനിക്കൊരു ഫോൺ വരുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, സാറിന് ഓൾറെഡി എല്ലാം ഞങ്ങൾ റെഡി ഇതാക്കിയിട്ട്, ഇനി സാർ അതിന്റെ 2 ഇന്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. സാറ് ഏത് തീസസ് ആണ് സബ്മിറ്റ് ചെയ്യണം, സാർ പെട്ടെന്ന് റെഡിയാക്കി വെച്ചോളൂ. ഇന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഡേറ്റ് തന്നത്. അപ്പൊ ഞാൻ എന്റെ തീസസ് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി ഞാൻ പ്രസന്റ് ചെയ്തു. അവർ ഭയങ്കര ഇംപ്രസീവ്. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ അവർ വിശകലനം ചെയ്തു. ഒരു മലയാളത്തിലാണ് നിങ്ങൾ എടുക്കുന്നത്, ഇംഗ്ലീഷിൽ, അപ്പൊ ഇംഗ്ലീഷ് കുറവാണ്, ഇംഗ്ലീഷ് 2 പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നു. അവര് അവാർഡ് തന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കൊല്ലം പ്രോഗ്രാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴൊക്കെയാണ് അതിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. അപ്പൊ ഇത് ഞാൻ ആക്ച്വലി വിഷ്വലൈസ് ചെയ്തത് 2026 ഡിസംബറിന് മുമ്പായിട്ട് ഡോക്ടറേറ്റ് കിട്ടണമെന്ന് മാത്രമേ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് എത്രയോ മുമ്പ് തന്നെ അത് ലഭിച്ചു എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഉദാഹരണം എനിക്ക് പറയാനുണ്ടാവും. ഇനിയിപ്പോ തിങ്കളാഴ്ചയും ബുധനാഴ്ചയൊക്കെ വലിയ വലിയ പവറുകൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് കോടീശ്വരൻ എന്നുള്ളത് എളുപ്പത്തിൽ ഞാൻ അനൗൺസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ലൈവ് വന്നിട്ട് ക്ലാസ്സുകൾ വിൽക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാറ്റമുണ്ടാവേണ്ടത് നിങ്ങൾക്കാണ്. നിങ്ങൾ അതേ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാലെടുത്ത് മുന്നോട്ട് വെക്കണം. നമ്മൾ നിങ്ങളെ കാല് പിടിച്ചിട്ട് ഒരു കാല് ലെഫ്റ്റ് റൈറ്റ് കാല് എടുത്തു വെച്ചു, റൈറ്റ് എടുത്തു വെച്ചു, ലെഫ്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നടത്തം നടക്കും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മാസം നാളെ, അതായത് 1-ാം തീയതിക്കും ആണ് നമ്മൾ ട്യൂൺ യുവർ മൈൻഡ് സെറ്റിന്റെ പുതിയ സെഷൻ തുടങ്ങുന്നത്. മെമ്പർഷിപ്പ് മുഴുവൻ എടുക്കാൻ പറ്റാത്തവർക്ക് ട്യൂൺ യുവർ മൈൻഡ് സെറ്റിന് ക്ലാസ് എടുക്കുക. 3333 രൂപയാണ് അതിന്റെ ഫീസ് ഉള്ളത്. അത് എടുക്കുക. വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നമ്മൾ ഉടനെ പ്ലാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് അത് റിമൂവ് ചെയ്യാനുള്ള 1-2-1-2 മെഡിറ്റേഷൻ ഉടനെ വരുന്നുണ്ട്. 1-2-1-2 മെഡിറ്റേഷൻ പ്രത്യേകത വെച്ചാൽ നമ്മളിലുള്ള നെഗറ്റിവിറ്റി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമ്മൾ സോൾട്ടും ഇത് കത്തിക്കലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ സാധനത്തെ പൂർണ്ണമായും നമ്മൾ അവിടെ റിമൂവ് ചെയ്യും. അതോടൊപ്പം മറ്റെന്താണ്, ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടോ ഇല്ലയോ, നിങ്ങളത് തകർക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിൽ കയറിക്കോളൂ. ഇപ്പൊ കയറിക്കോളൂ. ഇനിയും സമയമുണ്ട്. 2 സെഷന് കഴിഞ്ഞിട്ടുള്ളൂ. വിഷൻ ബോർഡ് ഇത് സെറ്റ് ചെയ്യാത്ത നിങ്ങൾ ജീവിതത്തിൽ ഒന്നാവാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നടക്കത്തില്ല, അത് സംഭവിക്കില്ല. കാരണം മനസ്സ് എവിടെയും പിടിച്ച്, ഇത് ഞാൻ പറയുന്നത് സയൻസ് ആണ്, മനസ്സ് എവിടെയും പിടിച്ച് നിൽക്കില്ല. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവില്ല, പിന്നെ എന്തിനാണ് യാത്ര? അതുകൊണ്ട് ആ ക്ലാസ് വളരെ ചെറിയ ക്ലാസ്സിലാണ് ഞാൻ വിഷൻ ബോർഡ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമായതുകൊണ്ട് അത് ചോദിച്ചു നോക്കുക. അഡ്മിനെ വിളിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഇപ്പൊ ഓഫർ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ ഓഫർ ചെയ്യാം. എനിക്ക് ഒരു ഇതുമില്ല. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകാം. ഇനി ഇത് മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്തൊക്കെയോ നേടണമെന്ന്. പക്ഷെ നേടാൻ പ്രപഞ്ചം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രപഞ്ച നിയമങ്ങൾ പഠിക്കണം, പ്രപഞ്ച നിയമങ്ങൾ അറിയണം. അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത്. അപ്പൊ ഇന്ന് ഇവിടെ നിൽക്കുന്നവരോട് പറയണു, ആർക്കൊക്കെ മനസ്സിനെ മാറ്റപ്പെടുത്താൻ ആഗ്രഹമുള്ളവരുണ്ടെന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ മനസ്സിനെ മാറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്, എന്റെ മനസ്സിനെ മാറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എത്ര പേരുണ്ടോ? ഓൾറെഡി ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തവരുണ്ട്. ഒരുപാട് വളരെ ചെറിയ എമൗണ്ട്, ഒരു മാസത്തെ കോഴ്സിന് പറയുന്നത് വെറും 3333 രൂപയാണ് അതിനുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നു, 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം. എന്തിനാണെന്നറിയോ? നിങ്ങൾ തയ്യാറാണ് എന്നും അറിയുന്നത് കൊണ്ട് മാത്രം, അത്രയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നതുകൊണ്ട് മാത്രം. മെഡിറ്റേഷനൊക്കെ നമ്മൾ നോക്കി എപ്പോൾ മേടിച്ചോളൂ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പോസ്റ്റുകൾ വരും. ഓക്കെ, ഇത്ര പേരേ ഉള്ളൂ അല്ലെ? ഇത്ര പേരേ ഉള്ളൂ. പോരട്ടെ, എല്ലാവരും പോരട്ടെ, ആഗ്രഹമുള്ളവർക്ക് മാത്രം. യോഗ മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും നിർബന്ധമായി പങ്കെടുക്കണം. സമയം നിങ്ങൾക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പങ്കെടുക്കാൻ പറ്റുന്നില്ല, സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ നിർബന്ധമായി എക്സസൈസ് ചെയ്യണം. അതിന് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അതൊക്കെ ഞാൻ ക്രോർപതിയിലേക്ക് വരുമ്പോൾ അവിടെ വേറെ എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു സംഭവമാണ്. അപ്പോ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ
മാറാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കണ്ട, പഠിച്ച കാര്യങ്ങൾ നന്നായി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, താങ്ക് യു.